വാർത്തകൾ വായിക്കുന്നത് സുബിൻ ശരീഫ് തിരുവനന്തപുരം. ഇന്ന് ജനുവരി മാസം 5, 2025 ഞായറാഴ്ച. അറബി മാസം റജബ് 4 ധനുമാസം 21 വരുന്നത്. മുഖ്യ വാർത്തകൾ: ആലത്തൂർ ടൗണിൽ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കും. കാവുപറമ്പിൽ തുണിക്കച്ചവടം, ജൗളി കച്ചവടക്കാർ പ്രതിഷേധിച്ചു. ഉമാ തോമസിനെ ഐസിന്ന് മാറ്റി. ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും. അഹല്യ ആശുപത്രിയും വക്കാല തിരുമൂർത്തി ക്ലബും ചേർന്ന് സൗജന്യ കണ്ണ് പരിശോധന നടത്തും. വക്കാലയിൽ ഷാജി പാപ്പാൻ്റെ കട ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങി. ഗസയിൽ വീണ്ടും ആക്രമണം. ഇസ്രായേൽ ആക്രമണത്തിൽ 31 പേര് മരിച്ചു. കാണാതായ കുട്ടിയെ ഗോവയിൽ നിന്നും കണ്ടെത്തി. 19 കൊല്ലം കഴിഞ്ഞ കൊലക്കേസ് പ്രതികളെ കണ്ടെത്തി ഒളിവിൽ പോയതായിരുന്നു. വാർത്തകൾ വിസ്തരിച്ച്: ആലത്തൂർ ടൗണിൽ സ്വാതക്കൊട്ടായിൻ്റെ അവിടെ തുടങ്ങിയിട്ട് കോടതി ജംഗ്ഷൻ വരക്കി വണ്ടികൾ തലങ്ങും വിലങ്ങും നിർത്തുന്ന കാരണം വലിയ വണ്ടികൾ പോകാനും പാതി കൂടെ പോണ വണ്ടികൾക്ക് ഓടാനും ഇടങ്ങേറായതുകൊണ്ട് പോലീസിൽ ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്തു. ഒളിച്ചു പോകുമ്പോൾ വണ്ടി കൊണ്ട് പാതൻ്റെ അടുത്ത് നിർത്തി പൂട്ടിയിട്ട് ജോലിക്ക് പോവുക, മോന്തിയാകുമ്പോൾ വന്ന് എടുത്തിട്ട് പോവുകയാണ് പലരും ചെയ്യുന്നത്. ചില ആൾക്കാർ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അത്ര വണ്ടി എടുക്കാൻ വരിക. ആദ്യം വിചാരിച്ചു ട്രെയിന് കൊണ്ടുവന്ന് പൊക്കിയിട്ട് ലോറിയിലിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാം, അങ്ങനെ ഫൈനും വാങ്ങിക്കുക, പഴയും വാങ്ങിക്കുക എന്നൊക്കെ വിചാരിച്ചു. ഇന്ന് തീരുമാനം മാറ്റി. ഇനി കർക്കസമാക്കാൻ പോവുകയാണ്. പാതൻ്റെ 2 സൈഡ് പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിളുകൾ നിർത്തുന്ന പരിപാടി അവസാനിപ്പിക്കണം. ചന്തപ്പര ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ വേണ്ടാത്ത കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി ചുറ്റുമതിലൊക്കെ കെട്ടി ഭദ്രമാക്കിയിട്ട് അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുക, പേ പാർക്കിംഗ് ആക്കുക എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അതുപ്രകാരം ഉള്ള നടപടികൾ ആലത്തൂർ പഞ്ചായത്തു നിന്നും ആലത്തൂർ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. കാവുപറമ്പിൽ തുണികൾ വില കുറച്ച് വെക്കുന്നു പറഞ്ഞിട്ട് അവിടെ തുണിക്കുഴിയെ പോലെ വലിയ ഷെഡും താൽക്കാലം കൊണ്ട് വലിച്ചു കെട്ടിയ ഒരു ചാള വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ കൂടാരത്തിൽ തുണികൾ നിറച്ചുകൊണ്ട് വരുന്ന ജനങ്ങളെ കണ്ടു ഒഴുക്കുകയാണ്. ആലത്തൂരിലെ ജൗളിപ്പീടിയക്കാർ പ്രതിഷേധിച്ചു. CITUവിൻ്റെ നേതൃത്വത്തിൽ തൃപ്പാളൂർ സഫ്സിയും മാമാട്ടി സയ്യിദ് തുടങ്ങിയ പ്രമുഖ വ്യക്തികളും ചേർന്ന് പഞ്ചായത്തിൽ പരാതി കൊടുത്തു. ഞങ്ങൾ GSTയും കടയ്ക്ക് വാടകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടത്തിയിട്ടാണ് കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ജൗളിപ്പീടിയക്കാർക്ക് ഇത് വലിയ ദോഷം ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒഴിഞ്ഞു കിടക്കണം. കാവുപറമ്പിൽ നിങ്ങൾ അനുമതി കൊടുക്കാൻ പറ്റില്ല പീടിക തുടങ്ങാൻ. ഞങ്ങളെ പോലെയുള്ള കച്ചവടക്കാരനെ ബാധിക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമാ തോമസ് എന്ന MLA ICUന്ന് ഭൂമിക്ക് മാറ്റി. ഇതുവരെ വെള്ളം സംഭവമൊക്കെ മൂക്കിക്കൂടി വായിക്കൂടിയൊക്കെ ഇട്ട് വെന്റിലേറ്ററിൽ ആയിരുന്നു ഈ അമ്മ. ഒരു നേഴ്സിറ്റി ആശുപത്രിയിലായിരുന്നു. ബോധമൊക്കെ വന്നു, കണ്ണൊക്കെ തുറന്നു, കൂടെയുള്ളവരും തിരിച്ചറിഞ്ഞു, കൂട്ടം കൂടാനൊക്കെ തുടങ്ങി. അവർ വീണയിൽ കേസ് വന്നിട്ടുണ്ട് സംഘാടകർക്കെതിരെ. ദിവ്യ ഉണ്ണിനെ ചോദ്യം ചെയ്യുന്ന പോലീസ് പറഞ്ഞു. അവള് ഡാൻസ് കളിച്ചിട്ട് വേഗം 5 ലക്ഷം റുപ്യ വാങ്ങിച്ചിട്ട് അമേരിക്കയ്ക്ക് പോയി എന്നാണ് പറയുന്നത്. അവളിനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്ത് കേസെടുക്കണം എന്നാണ് അവിടുത്തെ നൃത്തം സംഘടിപ്പിച്ച് കാണാൻ വന്നവർ ആൾക്കാരൊക്കെ പറയുന്നത്. വൻ അഴിമതിയാണ് അവിടെ നടത്തിയതെന്നാണ് പറയുന്നത്. ഡാൻസ് കളിക്കാൻ വന്ന പെൺകുട്ടികൾക്ക് സാരി വാങ്ങിയിട്ട് തന്നെ കോടികളുടെ അഴിമതി നടന്നു. അതിൽ ദിവ്യ വന്നിട്ട് പങ്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്ന് കസ്റ്റഡിയിലെടുക്കാമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. 590 റുപ്യ വിലയുള്ള സാരിക്ക് 2000 രൂപ വെച്ചിട്ട് പെൺകുട്ടികളുടെ അത് വാങ്ങിച്ചു.
കളി കഴിഞ്ഞതും ഇവർ മുങ്ങി എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. കല്യാൺ സിൽക്കിൻ്റെ മുതലാളി പറഞ്ഞത് ഞങ്ങൾ 600 പോലും തയ്ച്ച് വാങ്ങിയിട്ടില്ല, പകുതി പൈസയിൽ 13 വിലക്കാണ് ഒരു സാരി വിറ്റെന്നാണ് പറഞ്ഞു വരുന്നത്. അകല്യ ആശുപത്രിയും വക്കാല തിരുവേണി ഫാർമേഴ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണു പരിശോധനയ്ക്കാണ് നടത്തുന്നുണ്ട്. തിമിര ശസ്ത്രക്രിയ നടത്തുന്നുണ്ട്. 11-ാം തീയതി ശനിയാഴ്ച കാലത്ത് 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ പരിപാടി നടത്തുന്നത്. വക്കാലയിൽ പാടശേഖര നെല്ലുൽപാദക സമിതി കെട്ടടത്തി വെച്ചിട്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ നേരത്തെ കാലത്തെ പേര് രജിസ്റ്റർ ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതീഷ് അകല്യ കണ്ണാസുഖത്തിൻ്റെ നമ്പർ 9946 23 72 45 എന്നാണ് വരുന്നത്. വക്കാല നാട്ടിൽ ടൗണിൻ്റെ ഒത്ത നടക്കായിട്ടും കാര്യപ്പെട്ടൊരു കടയില്ല. ഇപ്പോൾ എല്ലാ സാമാനങ്ങളും കിട്ടുന്ന കട അതിൻ്റെ മുതലാളി 2-ാം ഘട്ടത്തിൽ തുറന്നു. ഷാജിപ്പാപ്പ എന്ന ഷാജി മച്ചാൻ എന്ന് പറയുന്ന ആളാണ് ഒരു സ്വന്തം ഘട്ടത്തിൽ പലചരക്ക് പീടിയ തുറന്നത്. അതിൻ്റെ പിന്നാമ്പത്ത് അക്ബർ പറയുന്ന ആളുടെ കോഴിപ്പീടിയുണ്ട്. മൂപ്പൻ്റെ കാട്ടനാണ് ഷാജിപ്പാപ്പ. ഉദ്ഘാടനമായിട്ട് പഴംപൊരിയും ചായൻ്റെ വെള്ളവും കൊടുത്തു. ഒരുപാട് നേതാക്കളും രാഷ്ട്രീയക്കാരും പള്ളി സെക്രട്ടറിയും അകല്യ പ്രസിഡന്റ് ഖത്തീബ് തുടങ്ങിയ ആൾക്കാരൊക്കെ വന്ന് കുറെ കൂട്ടം കൂടി. ജാതി ഭേദമന്യ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും അങ്ങോട്ട് പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് സഹകരിക്കണം പറഞ്ഞു. അവിടെ ഉള്ളവർക്ക് 100 ചായപ്പൊടിയും മറ്റുള്ള പഞ്ചായത്ത് വാങ്ങിക്കണമെങ്കിൽ 2.5 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വേണം വാങ്ങിയിട്ട് വരണമെങ്കിൽ. ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല, വക്കാലിൻ്റെ നടുക്കന്നെ പീടിയ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഷാജി പറയുന്ന ആള് കുറേ കാലം സുഖമില്ലാണ്ട് ഇരുന്നുകൊണ്ട് പീടിയ തുടങ്ങാൻ പറ്റാണ്ട് മുടങ്ങിപ്പോയി നാട്ടിയാണ് പറഞ്ഞു വരുന്നത്. തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങി. നമ്മുടെ മുഖ്യമന്ത്രി വയനാട്ടിൽ നിന്ന് വന്ന കുട്ടികളെ അവരുടെ സ്റ്റേജിൽ കയറിയിട്ട് അനുമോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നല്ല കുട്ടികളാണ്, നന്നായി ചന്തയിൽ കളിച്ചു എന്നൊക്കെ പറഞ്ഞു. ആ അടങ്ങിയ റോഡ് സ്ഥലത്ത് നിങ്ങൾ പാടുപെട്ടുകൊണ്ട് വന്നല്ലോ, സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ആ കുട്ടികളുടെ കയ്യിലൊക്കെ പിടിച്ചു. പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഉണ്ടായിരുന്നു. അവരിനെ അഭിനന്ദിച്ചു. ഗസ പറയുന്ന രാജ്യത്ത് കൊടുமைയായ ആക്രമണം ഇപ്പോഴും തുടങ്ങുന്നുണ്ട്. 31 പേരാണവ കഴിഞ്ഞ ദിവസം അവൻ്റെ ബോംബാക്രമണത്തിൽ മരിച്ചത്. ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 8 കുട്ടികൾ ഉൾപ്പെടെയാണ് 31 പേര് മരിച്ചത്. സമനമില്ല, മറ്റുള്ള രാജ്യങ്ങൾ നോക്കി നിൽക്കല്ലാണ്ട് തടയാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. ബോംബാക്രമണത്തിൽ വിമാനത്തിൽ കൊണ്ടുവന്ന് ബോംബിട്ടിട്ട് 11 പേരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വേറെയും അഭയാർത്ഥി ക്യാമ്പുകളിൽ പാവങ്ങൾ അതിതണുപ്പിൻ്റെ കൊടുമയായ തണുപ്പിൽ വരച്ച് ഇരിക്കുന്ന സമയത്താണ് ബോംബിട്ട് വന്ന് കൊല്ലണത്. യൂനിസ് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും വാങ്ങിക്കാൻ പോണ പീടികൾ അടക്കം അവർ ബോംബിട്ട് തകർത്തു എന്നാണ് പറയണത്. ഒരു വീട്ടിൻ്റെ നേരെ ഉണ്ടായ ബോംബാക്രമണത്തിൽ ഒസ്കനെ 3 ആൾക്കാർ മരണപ്പെട്ടു. പട്ടാമ്പിന്ന് കാണാണ്ടായ പെൺകുട്ടിനെ ഗോവയിൽ നിന്ന് കണ്ടെത്തി. 6 ദിവസമായി 5 വയസ്സുള്ള കുട്ടിനെ കാണാണ്ടായിട്ട് വീട്ടുകാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം അന്വേഷണം നടത്തി നിലമ്പൂരിൽ നിന്ന് സ്കൂൾ കുട്ടികളുമായിട്ട് ഗോവയ്ക്ക് പോയതാണ്. അടുത്തൊരു ടീച്ചർ കണ്ടു, ഈ കുട്ടീനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ തന്നെ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് അവർ ഗോവയത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുത്തു. ഏതോ ഒരു ചെക്കനുമായിട്ട് എന്തോ ചുറ്റിക്കളി അടുപ്പുണ്ട് പറഞ്ഞിട്ട് നാട് വിട്ടുപോയെന്നാണ് പറയണത്.
വീട്ടുകാർ പറയാണ്ട് പോയതിൽ അവർക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അങ്ങനെ തക്ക സമയത്ത് വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും പോലീസുകാർ പറഞ്ഞ് ഗോവയ്ക്ക് പോയിട്ടുണ്ട് ആ കുട്ടീനെ കൂട്ടിയിട്ട് വരാനെന്നാണ് പറയണത്. 6 ദിവസമായിട്ട് ഒരു വിവരമില്ലാത്ര ആ കുട്ടീനെ പറ്റിയിട്ട്. 6 വർഷം എനിക്ക് ബേജാറായിട്ട് ഊണ് ഉറപ്പില്ലാണ്ട് അതിൻ്റെ താന്തയും തള്ളയും കണ്ണീരും കയ്യായിരിക്കുമ്പോഴാണ് ഇന്നവിടെ കുട്ടി വട്ടത്തിരിണ്ട് പറഞ്ഞത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ആ കുട്ടി നിൽക്കണതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപ്രകാരം അന്വേഷണം നടത്തി വരികയായിരുന്നു. 19 കൊല്ലം മുമ്പ് അഞ്ചൽ പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണിനെയും 2 കുഞ്ഞുകുട്ടികളെയും കൊന്ന കേസിൽ 2 വില്ലന്മാരനെ പോലീസ് അതിസാഹസവുമായി പിടികൂടി. അവര് പട്ടാളക്കാരായിരുന്നു. 2 പ്രതികളും വേഷം മാറിയും രൂപം മാറിയിട്ട് അവര് പോണ്ടിച്ചേരി പറയുന്ന സ്ഥലത്ത് എന്തോ കമ്പ്യൂട്ടർ സെൻ്ററോ എന്തൊക്കെയോ നടത്തി വരികയായിരുന്നു. 5 കൊല്ലമായിട്ട് പോലീസുകാർ വീണ്ടും തുടങ്ങി. ആദ്യം പോലീസുകാർ വിചാരിച്ച് നാട് വിട്ടുപോയി, അതുകൊണ്ട് ഞങ്ങൾ കിട്ടില്ല അവന് കേസ് മടക്കി വെച്ചതായിരുന്നു. 19 കൊല്ലം മുമ്പ് രഞ്ജിനി പറയുന്ന ഒരു പെണ്ണാണ് മരിച്ചത്. അതിൻ്റെ ഒപ്പം 8 കുട്ടികളായ 17 ദിവസം പ്രായമുള്ള 2 കുട്ടികളും കൊല്ലപ്പെട്ടു. അന്വേഷണം നടത്തി അവിടെ എത്തിയില്ല. പിന്നെ രഹസ്യ വിവരം കിട്ടി. ഇന്ന ആൾക്കാർ പുതുച്ചേരി പറയാൻ സ്ഥലത്ത് പോണ്ടിച്ചേരിയിൽ എന്തൊക്കെയോ പീടിക സാമാനങ്ങളൊക്കെ വിൽക്കണ കട നടത്തിയിട്ട് ജീവിക്കുന്നുണ്ട്. താടിയും തലയൊക്കെ വളർത്തി നടക്കണോണ്ടൊന്നും അറിയുന്നില്ല അവനെ പറഞ്ഞത്. അതിൽ 1-ാം പ്രതി ദിവിൽ കുമാർ എന്ന പട്ടാളക്കാരനും 2-ാം പ്രതി രാജേഷുമാണ്. ഈ പെണ്ണ് വീട്ടിൽ വേറെ ആരുമില്ലാത്ത സമയത്ത് നോക്കിയിട്ട് ഈ ആൾക്കാർ വന്ന് എൻ്റെ പേര് മറ്റേ പറയാൻ നിന്നെ കൊന്നു കളയും പറഞ്ഞിട്ട് കഴുത്ത് മുറിച്ചിട്ടാണ് രഞ്ജിനി പറയുന്ന പെണ്ണിനെ കൊന്നത്. ഒപ്പം 2 പിഞ്ചു പൈതങ്ങളിനെയും ചോരക്കുട്ടികളിനെയും ആ കാലമാടന്മാർ കൊന്നിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. അന്ന് മുങ്ങിയതാണ് അവർ. ലീവ് എടുത്ത് പട്ടാളത്തിൽ വന്നിട്ടാണ് ഈ കൊടും ക്രൂരതകൾ ചെയ്തത് എന്നാണ് പറഞ്ഞു വരുന്നത്. ദിവിൽ കുമാറിനെയും രാജേഷിനെയും CBI കോടതി ചെന്നൈ യൂണിറ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് കൂടുതൽ നേരം ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ പെണ്ണ് പറഞ്ഞു, എൻ്റെ കുട്ടികളുടെ അച്ഛനാണ് ദിവിൽ കുമാർ, എനിക്ക് നഷ്ടപരിഹാരമാണ് അല്ലെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കൂട്ടുകാരനെയും കൂട്ടിയിട്ട് വന്ന് കൊന്ന് തള്ളി എന്നാണ് പറയുന്നത്. അതിൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും കേസിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ കഴിഞ്ഞു.